ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുടപ്പനാണ് കേട്ടോ. നമ്മുടെ നാടുകളിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികൾ മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തുക. കാരണം എന്താണെന്നറിയാം, നമുക്ക് കിട്ടുന്ന പച്ചക്കറിയിലൊക്കെ ഇതിലും വിഷമടിച്ച് കയറ്റിയിട്ടാണ് വരുന്നത്. അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ നാടൻ പച്ചക്കറികൾ പ്രയോജനപ്പെടുത്തുക. എന്നാലാണ് നമ്മുടെ കുട്ടികൾ നമ്മളും ആരോഗ്യത്തോട് കൂടിയിട്ട് വളരുകയുള്ളൂ, അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കത്തുള്ളൂ. എന്തൊക്കെ ശ്രദ്ധിച്ചാലും ഇന്ന് അസുഖം ഒഴിഞ്ഞിട്ട് നേരെ ഇല്ലാതാനും. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുടപ്പനാണ്. സാധാരണ കുടപ്പൻ ചെറുപയറൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. ഇന്ന് ഞാൻ പയറിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. പയറെന്ന് വെച്ചാൽ ഇവിടെ നാടുകളിൽ കച്ചിങ്ങ എന്ന് പറയും, പലയിടത്തും പല പേരിലാണ് അറിയുന്നത്. അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ മെഴുക്ക് വറ്റുന്ന പോലെ തന്നെ വഴറ്റിയെടുക്കുക. എണ്ണ ചൂടായി അതിലേക്ക് കടുകിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് അതൊന്ന് കരിയുന്നതിന് മുൻപ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർക്കുക. പച്ചക്കറി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് വേവിക്കാതെ, ഒരുപാട് വേവിക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അതായത് അതിൻ്റെ കളറ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിലൊരു ഗ്രീൻ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ കളറോട് കൂടിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഒരുപാട് വേവിച്ച് അതിൻ്റെ ഒരു ബ്രൗൺ കളറിലോട്ട് വന്ന് അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതാനും. അപ്പം അങ്ങനെ വേണം നമ്മൾ പച്ചക്കറി വേവിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.